നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധിക തീരുവ ചുമത്തിയ വിവാദങ്ങൾക്കിടെ അമേരിക്ക സന്ദർശിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബറിൽ മോദി US-ലെത്തും. വ്യാപാരം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ മാസം 21-ന് റഷ്യയിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേടിന് റായ്ബറേലി, വയനാട് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക കാട്ടി BJPയുടെ മറുപടി. ഇരു മണ്ഡലങ്ങളിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തെന്ന് അനുരാഗ് ഠാക്കൂർ. പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തെന്നും ആരോപണം. നിഷേധിച്ചു കോൺഗ്രസ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ തൃശൂരിലെത്തി സുരേഷ് ഗോപി MP. സഹായിച്ചതിന് നന്ദിയെന്ന് മാധ്യമങ്ങൾക്ക് പരിഹാസം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കമ്മീഷൻ ഓഫീസിലേക്കുള്ള BJP മാർച്ചിലും MP ഓഫീസിലേക്കുള്ള CPM മാർച്ചിലും സംഘർഷം. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ VC-മാരെ കണ്ടെത്താൻ സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറിനോടും നിർദ്ദേശം. നാളെ നൽകാമെന്ന് സംസ്ഥാനം. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്തിനെന്ന് കോടതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. തീരുമാനം അറിയിക്കാൻ സെപ്റ്റംബർ 10 വരെ സാവകാശം. അവസാന അവസരമെന്ന് കോടതി. അല്പം കൂടി സാവകാശം വേണമെന്ന് കേന്ദ്രം. അമേരിക്കയുടെ അധിക തീരുവ ചുമത്തിയ വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബറിൽ അമേരിക്ക സന്ദർശിക്കും. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി US-ലെത്തുന്നത്. അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ മാസം 21-ന് റഷ്യയിലെത്തും. സെപ്റ്റംബർ 26-നാണ് നരേന്ദ്രമോദി UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത്. UN പൊതുസഭയുടെ 80-ാം സമ്മേളനം അടുത്ത മാസം 9-നാണ് തുടങ്ങുക. ഉന്നതതല പൊതുചർച്ച സെപ്റ്റംബർ 23 മുതൽ 29 വരെ നടക്കും. പരമ്പരാഗതമായി സമ്മേളനത്തിലെ ആദ്യ പ്രാസംഗികർ ബ്രസീലാണ്. തൊട്ടുപിന്നാലെ അമേരിക്കയും പ്രസംഗിക്കും. സെപ്റ്റംബർ 23-നാകും ട്രംപ് പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത്. 26-നാണ് ഇസ്രായേൽ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാരും ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനത്തിൽ ഏറ്റവും തിരക്കേറിയ നയതന്ത്ര പരിപാടികളാണ് ഉണ്ടാകുക. യുക്രൈൻ, ഇസ്രായേൽ, ഹമാസ് സംഘർഷങ്ങളുടെയും നടുവിലാണ് ഇക്കുറി യോഗം ചേരുന്നത്. അതേസമയം വിവിധ രാഷ്ട്രത്തലവന്മാരുമായി മോദി ചർച്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ US സന്ദർശനം നിർണായകമാണ്. എന്നാൽ മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി US-മായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. US ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പുതിയ താരിഫ് ഈ മാസം 27-നാണ് നിലവിൽ വരുന്നത്. ഇതിനിടയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ മാസം 21-ന് റഷ്യ സന്ദർശിക്കും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിൽ US ഏർപ്പെടുത്തിയ അധിക താരിഫ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ജയശങ്കർ ചർച്ച ചെയ്യും. ഉക്രൈൻ വിഷയവും ചർച്ചയിൽ ഉൾപ്പെടും. ഈ വർഷം അവസാനത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വോട്ടർ പട്ടിക വിവാദവുമായി രാഹുൽ ഗാന്ധി എത്തിയതിനു പിന്നാലെ സോണിയാഗാന്ധിക്കെതിരെ ആരോപണവുമായി BJP. സോണിയയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും ഇത് നിയമലംഘനമായിരുന്നുവെന്നും BJP ആരോപിക്കുന്നു. വയനാട്, റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ക്രമക്കേട് നടന്നുവെന്ന് നേതാക്കൾ വിമർശിച്ചു. അതേസമയം ആരോപണങ്ങൾ കോൺഗ്രസ് തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാണ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് BJP പ്രതിരോധവുമായി രംഗത്ത് വന്നത്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് BJP നേതാക്കളുടെ വിമർശനം. റായ്ബറേലി ഉൾപ്പെടെ വയനാട്ടിലും കള്ളവോട്ട് ആരോപണവുമായാണ് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ രംഗത്ത് വന്നത്. റായ്ബറേലി में मोहम्मद कैफ खान, बूथ नंबर 83, 151, 218, सब जगह इनका नाम है, नाम सेम है, बस बाप का नाम भी सेम है. तो कैसे निलंबर में, वायनाड में, और वायनाड में तो मुझे भाई साहब श्रीमान राहुल गांधी जी 2 बार चुनाव लड़े, श्रीमती प्रियंका गांधी जी 1 बार चुनाव लड़ी. तो दोनों से मैं पूछता हूं, ये जो नए वोटर की एडिशन हुई है 102, 101 साल, 99 साल ये नए वोटर है, तो आपने तो 3 बार वोट ले लिया भाई.
तो क्या आपने अपने BLA से, अपने पोलिंग बूथ एजेंट से, या आपने वोट मांगे, आपने कभी नहीं देखा? അതിനിടെ BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവിയും സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ രാഹുലിനെതിരെയും സോണിയക്കെതിരെയും ആരോപണവുമായി രംഗത്ത് വന്നു. സോണിയയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 1980-ൽ അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് 3 കൊല്ലം മുമ്പാണെന്ന വിശദീകരണമാണ് പുറത്തുവിട്ടത്. അന്നവർ ഇറ്റാലിയൻ പൗരയായിരുന്നുവെന്നും ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നുവെന്നും BJP ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അക്കാലത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ചെയ്തതെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. मुद्दा क्यों भटका रहे हैं वो? आज उन्होंने कुछ आंकड़े रखे अनुराग ठाकुर ने, तो लोकसभा चुनाव 2024 का फर्जी माना जाए, रद्द कर दिया जाए और नए सिरे से सब राजनीतिक पार्टियां मिलकर इस पे चर्चा करें कि कैसे दुरुस्त किया जाए वोटर लिस्ट को. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വോട്ട് ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് BJP ഒരുക്കിയത്. പോലീസ് സുരക്ഷയോടെയാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിച്ചത്. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ മാറി മാറി ചോദിച്ചിട്ടും മറുപടി പറയാതെ അദ്ദേഹം മൗനം പാലിച്ചു. കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റവരെ കാണാനാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത്. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റ BJP നേതാക്കളെ ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഇതിനിടെ ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസരൂപേണയുള്ള മറുപടി മാത്രമാണ് സുരേഷ് ഗോപി നൽകിയത്. തുടർന്ന് MP ഓഫീസിലെത്തിയ അദ്ദേഹം പ്രവർത്തകരുമായി ചർച്ച നടത്തി. ശേഷം പ്രതിഷേധ മാർച്ചിന് പങ്കെടുക്കാതെ മടങ്ങി. അതേസമയം കള്ളപ്രചരണങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. തുടർന്ന് 12 മണിയോടെ BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടർ പട്ടിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ചേരൂരിലെ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാലയിടുകയും ചെയ്തു. മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. ഇതിന് മറുപടിയെന്നോണം രാത്രി 8 മണിയോടെ BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ തർക്കത്തിൽ സുപ്രീം കോടതി ഇടപെടൽ. KTU ഡിജിറ്റൽ VCയെ കണ്ടെത്താൻ കോടതി സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി നിർദ്ദേശം നൽകി. പേരുകൾ നാളെ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. അതിനിടെ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്തിനെന്ന് ഗവർണറോട് കോടതി ചോദിച്ചു. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വാദം കേട്ടത്. ഗവർണറുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമവുമില്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. നിലവിലെ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. താൽക്കാലിക VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ UGC ചട്ടമനുസരിച്ച് മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കൂ എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് തർക്കമെന്ന് കോടതി ചോദിച്ചു. തർക്കം ഒഴിവാക്കിയില്ലെങ്കിൽ 5 അംഗ കമ്മിറ്റിയെ കോടതി നിയോഗിക്കാമെന്ന് ജസ്റ്റിസ് പർദിവാല വ്യക്തമാക്കി. ഇതിനായി 5 പേരുകൾ നിർദ്ദേശിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരായാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയായിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ നിലപാടാണ് ശരിയെന്ന് സുപ്രീംകോടതി അടിവരയിട്ട് വ്യക്തമാക്കിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് ഗവർണർ സുപ്രീംകോടതിയിൽ പോയത്. സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പസുകളിൽ നാളെ വിഭജന ഭീതി ദിനം ആചരിക്കുമെന്നതിൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു. ക്യാമ്പസുകളിൽ പരിപാടി നടത്തണമെന്ന് ഗവർണർ വീണ്ടും വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചു.
പരിപാടി നടത്തണ്ട എന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ ക്യാമ്പസിൽ എന്ത് ചടങ്ങ് നടന്നാലും തടയുമെന്ന് SFIയും KSUവും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഉറച്ച നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണറുമായി അടുത്തു നിൽക്കുന്ന KTU, കേരള, കണ്ണൂർ സർവകലാശാലയിലെ VC-മാർ ഈ നിർദ്ദേശം താഴെ തലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ദിനാചരണത്തിന്റെ ഭാഗമായി നാടകം, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കണമെന്നാണ് കോളേജുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഗവർണറുടെ നിർദ്ദേശം പാലിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിൽ ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും കോലം കത്തിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ പങ്കെടുത്ത പരിപാടിയിലേക്ക് ഭരണഘടനയുടെ പകർപ്പുയർത്തി SFI പ്രതിഷേധിച്ചു. വൈസ് ചാൻസലർമാർ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നാളെ കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്താൻ സാധ്യതയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഗവർണറുമായി ചർച്ചയ്ക്കില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രതിഷേധം അറിയിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10-ന് തീരുമാനം അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇത് അവസാന അവസരമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഹൈക്കോടതി പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം പലതവണ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പലതവണയായിട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ അനുകൂല നിലപാടെടുത്തില്ല. തുടർന്ന് ഹൈക്കോടതി സ്വരം ഘടിപ്പിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഇതിൽ വിശദീകരണം നൽകാമെന്നും പറഞ്ഞത്. ഇതിനുശേഷം കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോഴും അതുകൊണ്ട് തന്നെ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ വിശദീകരണം കൃത്യമായി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. അല്ലെങ്കിൽ കോടതിക്ക് ഉത്തരവിടാൻ അറിയാമെന്നും കോടതി പറഞ്ഞു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേരള സർക്കാരിനെ മാതൃകയാക്കണമെന്ന് വരെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെ അനുകൂല നിലപാട് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാടെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കണമെന്ന അന്ത്യശാസനം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയത്. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഹൈക്കോടതി വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കർശനമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി മാറിയത്. അമൃത ന്യൂസ്, കൊച്ചി. സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ തുടങ്ങിയവരുടെ ശമ്പളമാണ് വർദ്ധിപ്പിക്കുന്നത്. നിപ ബാധയേറ്റ് 1.5 വർഷമായി ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനമായി. 3.5 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, പ്ലീഡർ 2 ടു ഗവൺമെന്റ് വർക്ക് എന്നിവരുടെ പ്രതിമാസ ശമ്പളമാണ് വർദ്ധിപ്പിച്ചത്. ഇതിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർക്ക് 87,500 രൂപയിൽ നിന്നും 1,10,000 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർക്ക് 75,000 രൂപയിൽ നിന്ന് 95,000 രൂപയായും പ്ലീഡർ 2 ടു ഗവൺമെന്റ് വർക്കർക്ക് 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. നിപ്പ ബാധിച്ച് അബോധാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 2023-ലാണ് ടിറ്റോ തോമസിന് നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധ ഏറ്റത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ് ടിറ്റോ തോമസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി എറണാകുളം സബ് കോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത്. ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 3 സിനിമകൾ നിർമ്മിക്കണമെന്ന മാനദണ്ഡമുണ്ടായിരുന്നു. എന്നാൽ ലിറ്റിൽ ഹാർട്ട്സ്, നല്ല നിലാവുള്ള രാത്രി എന്നീ 2 ചിത്രങ്ങൾ മാത്രമായിരുന്നു പുതിയ പ്രൊഡക്ഷൻ ഹൗസായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ നിർമ്മിച്ചത്. ഈ കാരണം കാണിച്ചാണ് സംഘടന
സാന്ദ്ര തോമസിനെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. നേരത്തെ സാന്ദ്ര തോമസിന്റെ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച സിനിമകൾ പരിഗണിച്ചിരുന്നില്ല. ഇതിനെതിരെയാണ് സാന്ദ്ര കോടതിയെ സമീപിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ഫൈറ്റ് ചെയ്യുന്നത്, ആ തിരിച്ചടികളെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇനിയും പൊരുതുക തന്നെ ചെയ്യും. എനിക്കിത് ഉണ്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൊടുത്തിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ശക്തമായി അവരെടുക്കുന്ന എന്താ പറയുന്ന മറ്റ് നിർമ്മാതാക്കൾക്ക് ഗുണകരമല്ലാത്ത എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ അതിന് എതിർക്കുക തന്നെ ചെയ്യും, ഞാൻ പോരാടുക തന്നെ ചെയ്യും. ഇതിപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു അങ്ങേയറ്റമാണ് ആ കണ്ടതിൻ്റെ ഇതെന്ന് പറഞ്ഞ കാര്യം. ഇപ്പം എൻ്റെ തന്നെ ഞാൻ മാനേജിങ് പാർട്ട്ണറായിരുന്ന കമ്പനിയുടെ അന്ന് പാർട്ട്ണർ മാത്രമായിരുന്ന ശ്രീ വിജയബാബു സത്യത്തിൽ ആ കമ്പനി തുടങ്ങിയതും അത് തുടങ്ങി 2 വർഷത്തിന് ശേഷം വന്നു കയറിയ ഒരാളാണ് അദ്ദേഹം. ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. തിരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കോടതി സംഘടനയുടെ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണെന്ന് വിധിക്ക് ശേഷം സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. കോടതി കള്ളം പറഞ്ഞതാണെന്ന് ഇനി സാന്ദ്ര പറയുമോ എന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചോദിച്ചു. പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ 14 എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 26 പേരാണ് മത്സരിക്കുന്നത്. നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം ഹൈസ്കൂൾ തലത്തിന് മുകളിലുള്ള ജീവനക്കാരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെ 2ാം ഘട്ട രജിസ്ട്രേഷൻ ആരംഭിച്ചു. പൗരന്മാരുടെയും പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റുകളുടെ ആദ്യഘട്ട രജിസ്ട്രേഷൻ ഇതിനകം പൂർത്തിയായതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പരിശോധനാ സമിതിയുടെ ആവശ്യപ്രകാരമാണ് നടപടി. മന്ത്രാലയത്തിന്റെ ഒരു പത്രക്കുറിപ്പിൽ 2000 ജനുവരി 1 മുതൽ അക്കാദമിക് യോഗ്യത നേടിയ എല്ലാ ജീവനക്കാരെയും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരെയും പുതിയ യോഗ്യതകൾ നേടിയവരെയും പുതുതായി നിയമിച്ച ജീവനക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തും. പ്രവാസി മലയാളി കുവൈറ്റിൽ മരിച്ചു. ചങ്ങനാശ്ശേരി പുഴുവാത് സായി കൃപ സ്വദേശി ജയകൃഷ്ണൻ നായരാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. അനധികൃതമായി ഹജ്ജ് ചെയ്യാൻ സഹായം ചെയ്ത് സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങളിലെ 30 ഉദ്യോഗസ്ഥരെ സൗദി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് അറസ്റ്റ് ചെയ്തു. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിലെ ചെക്ക് പോസ്റ്റുകളിലൂടെ കടത്തിവിട്ടതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. അറസ്റ്റിലായവരിൽ ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ആഭ്യന്തര മന്ത്രാലയത്തിലെ 26 ഉദ്യോഗസ്ഥർ, പ്രതിരോധ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥർ, ഇസ്ലാമിക് അഫയേഴ്സ്, കോൾ ആൻഡ് ഗൈഡൻസ് മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെടുന്നു. ഗാസയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഫോണിൽ ചർച്ച നടത്തി. ഗാസയിലെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സുരക്ഷാ, മാനുഷിക പ്രത്യാഘാതങ്ങളും ആക്രമണങ്ങളും ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഇരുവരും ചർച്ച ചെയ്തു. സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ചർച്ചയിൽ ഉൾപ്പെടുത്തി. സൗദിയിൽ രജിസ്റ്റർ ചെയ്യാത്തതോ നിയമാനുസൃതമല്ലാത്തതോ ആയ മലിനജല കളക്ഷനുകളുടെ പദവി ശരിയാക്കാനുള്ള സമയപരിധി 2025 ഓഗസ്റ്റ് 18 അവസാനിക്കുമെന്ന് സൗദി ദേശീയ വാട്ടർ കമ്പനി അറിയിച്ചു. സമയപരിധിക്ക് മുമ്പ് അവരുടെ പദവി ശരിയാക്കാനും രജിസ്റ്റർ ചെയ്യാനും എല്ലാ ഉപഭോക്താക്കളോടും കമ്പനി ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധ കണക്ഷനുകളുള്ള പിഴകളിൽ നിന്നും ഫീസുകളിൽ നിന്നും ഒഴിവാക്കലിന് പ്രയോജനം നേടാനുള്ള അവസരമാണിതെന്നും കമ്പനി അറിയിച്ചു. പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായ ലുലു ഈ വർഷത്തെ ആദ്യ പകുതിയിൽ 36,000 കോടി രൂപ വരുമാനം നേടിയെന്ന് ലുലു ഗ്രൂപ്പ് മാധ്യമവിഭാഗം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 9.9% വളർച്ചയോടെ 1,200 കോടി രൂപയോളമാണ് മൊത്ത ലാഭം സ്വന്തമാക്കിയത്. നിക്ഷേപകർക്കായി 867 കോടി രൂപയുടെ ലാഭവിഹിതവും ലുലു പ്രഖ്യാപിച്ചു. 78% ലാഭവിഹിതമാണ് ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കുക. ഈ വർഷം 2ാം പാദത്തിൽ 4.6% അധിക വളർച്ച നേടാനായി. പ്രൈവറ്റ് ലേബൽ ഇ-കോമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചാ നിരക്കാണ് നേട്ടത്തിന് കരുത്തേകിയത്. റീറ്റെയിൽ വരുമാനത്തിൻ്റെ 29.7% പ്രൈവറ്റ് ലേബലിൽ നിന്നാണ്.
സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യ ഉത്സവ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മിഡിൽ ഈസ്റ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഉത്സവിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് ലോകത്തെ അറിയിക്കുന്നതിൽ ലുലുവും MA യൂസഫ് അലിയും വഹിക്കുന്ന പങ്ക് പ്രശംസനീയമെന്ന് ഇന്ത്യ ഉത്സവ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UAE-യിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അടക്കം കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ പ്രവർത്തനമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയാണ് ലുലു ലഭ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. India Utsav play a big role in consolidating our export markets, also in diversifying our export markets and making sure that we have alternatives in terms of exports where we can do. ഗ്രോസറി, പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ലുലു സ്റ്റോറുകളിൽ ഇന്ത്യ ഉത്സവിന്റെ ഭാഗമായി ഉള്ളത്. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ, മില്ലറ്റ്സ്, മധുരപലഹാരങ്ങൾ, ജ്യൂസുകൾ തുടങ്ങിയവയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഡിസ്പ്ലേകളും പരിപാടികളും ഇന്ത്യ ഉത്സവിന്റെ ഭാഗമായി ഉണ്ടാകും. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ലഭ്യമാക്കുകയാണ് ലുലുവിന്റെ ലക്ഷ്യമെന്നും ഇന്ത്യ ഉത്സവിലൂടെ വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. We do our best to promote India and to showcase and popularize Indian products through such festivals conducted every year. ഇന്ത്യൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ലുലു ഗ്രൂപ്പ് CEO സൈഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VI, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ B നന്ദകുമാർ, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് AV തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, അബുദാബി. സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് ഇമിഗ്രേഷൻ കമ്മ്യൂണിറ്റി സൈക്ലിംഗ് റാലി സംഘടിപ്പിച്ചു. അൽ ഖവാനിജ് ട്രാക്കിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പരിപാടിക്ക് നേതൃത്വം നൽകി. ജീവനക്കാരുടെയും സമൂഹത്തിൻ്റെയും സന്തോഷം വർദ്ധിപ്പിക്കുക, ഒരു സർക്കാർ സ്ഥാപനവും സമൂഹവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നീ സന്ദേശങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും മാനസികോല്ലാസവും ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും സന്തോഷവും ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ജനറൽ ഡയറക്ടറേറ്റിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്നും അധികൃതർ വ്യക്തമാക്കി. കോഴിക്കോട് അമൃത വിദ്യാലയത്തിൽ Q പോസിറ്റീവ് ക്ലബിന് രൂപം നൽകി. കേരളത്തിൽ ക്വിസിംഗ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യൻ ചാപ്റ്ററുമായി ചേർന്ന് അമൃത വിശ്വവിദ്യാപീഠമാണ് Q പോസിറ്റീവ് ക്ലബിന് രൂപം നൽകിയത്. വിജ്ഞാന മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്താൻ വിദ്യാർത്ഥികളെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് Q പോസിറ്റീവ് ക്ലബ്ബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപം നൽകിയ Q പോസിറ്റീവ് ക്ലബ്ബുകളുടെ മേൽനോട്ടം ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യൻ ചാപ്റ്ററിനാണ്. കോഴിക്കോട് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ ആവേശത്തോടെയായിരുന്നു Q പോസിറ്റീവ് ക്ലബ്ബിനെ വരവേറ്റത്. ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ക്വിസ് മാസ്റ്ററായ ഡോക്ടർ അമൽ ദാമോദരൻ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. IQA ചീഫ് നോളജ് അംബാസിഡർ അജയൻ അനന്ത് മുഖ്യാതിഥിയായി. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യമാണ് അണ്ടർസ്റ്റാൻഡിംഗ് സെൽഫ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജൂനിയർ വിഭാഗത്തിൽ 36 ടീമുകളിലായി 100ഓളം പേരും സീനിയർ വിഭാഗത്തിൽ 26 ടീമുകളിലായി 80 വിദ്യാർത്ഥികളും പങ്കെടുത്തു. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ K ധന്യ, ഷാമിൻ മാനറ്റ് ജോയ്, EK നന്ദന, വിഷ്ണു S ഗിരീഷ് എന്നിവർ സന്നിധരായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ റമീസിന്റെ കുടുംബാംഗങ്ങളെയും കേസിൽ പ്രതി ചേർക്കും. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച റമീസിന്റെ സുഹൃത്തും പ്രതിപട്ടികയിലുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു. പെൺകുട്ടിയുടെ മാതാവും സഹോദരനും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റമീസിന്റെ ബന്ധുക്കളെ പ്രതി ചേർക്കുന്നത്. റമീസിന്റെ മാതാപിതാക്കളും സഹോദരിയും മാനസികമായി ഉപദ്രവിച്ചതായി പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ പെൺകുട്ടി എത്തിയ സമയത്ത് ഇയാളുടെ കൂട്ടുകാരനും ഒപ്പമുണ്ടായിരുന്നു. എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ NIA അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. DGPയുമായി ഇക്കാര്യം സംസാരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കി. DGP സാറിന് ഇങ്ങനെ നേരിട്ട് കാണാമെന്നാണ് പറഞ്ഞത്. DGP പൂർണ്ണമായിട്ടും പിന്തുണ, നിയമപരമായിട്ട് ഇത് നീതി കിട്ടാൻ വേണ്ടി
പൂർണ്ണമായിട്ട് എല്ലാ പിന്തുണയും അവർ നൽകുന്നുണ്ട്. NIA അന്വേഷണം വേണം, എന്നാലാണല്ലോ വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളും ഇനി ഇതിൽ വേറെ ഫാമിലിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അവരുടെ സ്വന്തക്കാർ കുടുംബക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. എന്നാലാണല്ലോ ഇവരുടെ ഉദ്ദേശം മനസ്സിലാവുള്ളൂ. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചു. NIA അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്നും സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. കേന്ദ്രത്തിന്റെ ഇതിനെല്ലാം സംസ്ഥാന തലത്തിലാണ് നിയമം വരുന്നത്. മൂവാറ്റുപുഴ DYSP PM ബൈജു, കോതമംഗലം ഇൻസ്പെക്ടർ PT ബിജോയ് എന്നിവർ ഉൾപ്പെടുന്ന 10 അംഗ പ്രത്യേക ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടത് ബിനാനിപുരം സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് അന്വേഷണ സംഘത്തിൽ ബിനാനിപുരം SHO VR സുനിലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷിമൊഴികൾ, ഡിജിറ്റൽ തെളിവുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന രോഹിത് ശർമ്മ. പാകിസ്ഥാൻ താരം ബാബർ അസമിനെ പിന്തള്ളിയാണ് രോഹിത്തിന്റെ മുന്നേറ്റം. 784 പോയിന്റുമായി ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനത്ത് തുടരുമ്പോൾ 2ാം സ്ഥാനത്തുള്ള രോഹിത്തിന് 756 പോയിന്റാണുള്ളത്. 3ാം സ്ഥാനത്തുള്ള ബാബർ അസമിന് 751 പോയിന്റുണ്ട്. പട്ടികയിൽ വിരാട് കോഹ്ലിയാണ് 4ാം സ്ഥാനത്ത്. ഇതോടെ റാങ്കിങ്ങിൽ ആദ്യ 15 സ്ഥാനങ്ങളിൽ 5 ഇന്ത്യൻ താരങ്ങൾ ഇടം പിടിച്ചു. ശ്രേയസ് അയ്യർ 8ാം സ്ഥാനത്തും KL രാഹുൽ 15ാം സ്ഥാനത്തുമുണ്ട്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.